LDF ഓർ UDF അധികാരത്തിൽ വരുന്ന അവർക്ക് ഉറപ്പാണ്. BJP എന്തായിരിക്കും ആഗ്രഹിക്കുക? നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. നമ്മൾ ഡീൽ ആരോപണമൊക്കെ വിടുക, റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരാനാണോ ആഗ്രഹിക്കുന്നത്? അതല്ല, കേവലം ഒരു പ്രാദേശിക പാർട്ടിയായി മാറിയ CPM-ൻ്റെ ഒരു സർക്കാരാണോ വരാനാണോ BJP ആഗ്രഹിക്കുക? അവരെപ്പോഴും ഒരു പ്രാദേശിക സർക്കാർ വരാനാണ് ആഗ്രഹിക്കുക. ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടി ഒരു സംസ്ഥാനത്തെ അധികാരത്തിൽ വരാൻ BJP ഇഷ്ടപ്പെടില്ല. നമ്മൾ ഈ ഡീൽ ആരോപണം മാറ്റിവെച്ചാൽ പോലും BJP ആഗ്രഹിക്കുന്നതാണ് CPM വന്നോട്ടെ എന്നാണ്. കോൺഗ്രസ് അവർ ആഗ്രഹിക്കുകയില്ല. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഒപ്പോണൻ്റാണ്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ BJP കോൺഗ്രസ് ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. പ്രധാന പ്രതിപക്ഷമാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടി ജയിക്കട്ടെ എന്ന് BJP ആഗ്രഹിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. അത് പിന്നെ അത് പടരുന്നതിന് മാറും, അവർക്ക് കൂടുതൽ പൈസ വരും എന്ന് മാത്രമല്ല ഒരു സംസ്ഥാനം കൂടി അവരുടെ കയ്യിൽ വരും, രാജ്യസഭയിൽ കൂടുതൽ അംഗങ്ങൾ വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിന് ഡീൽ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഡീലില്ലാതെ തന്നെ BJP അത് ആഗ്രഹിക്കുമല്ലോ. എന്തിനാണ് പിണറായി വിജയൻ പോയി മോദിയായിട്ട് ഡീൽ ഉണ്ടാക്കുന്നത്? അതല്ലെങ്കിൽ തന്നെ BJP അത് ആഗ്രഹിക്കും. CPM വന്നോട്ടെ എന്നാണ് കരുതുക. RSSും അങ്ങനെ തന്നെയാണ് കരുതുക. RSSൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ കോൺഗ്രസ്സാണ് അവരുടെ മുഖ്യ ശത്രു. ഐഡിയോളജിക്കലി CPM-നേക്കാൾ ഇപ്പോൾ CPM കമ്മ്യൂണിസ്റ്റുകൾ രാജ്യത്ത് തുടച്ചു നീക്കപ്പെടേണ്ട മുഖ്യ ശത്രുക്കളാണെന്ന് വരുമ്പോൾ പോലും കോൺഗ്രസും CPM-ഉമായിട്ട് RSS പലതരത്തിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രലി എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ CPM-ഓ കോൺഗ്രസ്സോ പോയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല. പല ഘട്ടങ്ങളിൽ കോൺഗ്രസ് കോലീബി സഖ്യമൊക്കെ കുപ്രസിദ്ധമാണല്ലോ. അതുപോലെ തന്നെ LDF സർക്കാർ അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മൗനം പാലിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടുണ്ട് RSS. അപ്പോൾ അവരെ സംബന്ധിച്ച് RSSനെ സംബന്ധിച്ച് അവരുടെ ഒരേ ഒരു പൊളിറ്റിക്കൽ ഓപ്ഷനല്ല BJP. അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ ആം ആദ്മി പാർട്ടി വന്നോട്ടെ എന്ന് ആഗ്രഹിക്കും, ചിലപ്പോൾ തെലങ്കാനയിൽ BRS ഭരിച്ചോട്ടെ എന്ന് അവരാഗ്രഹിക്കും. കാരണം അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ്, കോൺഗ്രസ് വരാതിരിക്കുക എന്ന് അവർ ശ്രദ്ധിക്കും. അതിന് ഡീലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ മോദി പറയുന്നത് കാണുന്നത്. അതിന് ഡീൽ എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് വിശേഷിപ്പിക്കാമെന്നേ പറയാൻ കഴിയും.